ബ്രെയിൻ ട്യൂമർ ബാധിച്ച നിർധന കുടുംബത്തിലെ വീട്ടമ്മയുടെ തുടർ ചികിത്സയും പാതി വഴിയിൽ നിലച്ച വീട് നിർമ്മാണവും പ്രതിസന്ധിയിൽ. രോഗപീഠകളാൽ ബുദ്ധിമുട്ടുന്ന ആലപ്പുഴ കരുവാറ്റ സ്വദേശിനി അനുവും സ്കൂൾ വിദ്യാർത്ഥികളായ 2 മക്കളും ഭർത്താവുമായി ഒറ്റമുറി ഷെഡിലാണ് 3.5 വർഷമായി ജീവിതം തള്ളി നീക്കുന്നത്. ഓട്ടോ ഡ്രൈവറായ ഭർത്താവിന്റെ ഏക വരുമാനം മാത്രമാണ് ഇന്ന് ഈ കുടുംബത്തിന് ആശ്രയം. അങ്കമാലിയിലെ സ്വകാര്യ അരിമില്ലിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് അനുവിന് രോഗം കലശലായത്. അവിടെ നിന്നും വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തിച്ച് നടത്തിയ പരിശോധനയിൽ ബ്രെയിൻ ട്യൂമർ സ്ഥിരീകരിച്ചു. അടിയന്തര ശസ്ത്രക്രിയ നടത്തണമെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചു. വണ്ടാനത്ത് സൗകര്യങ്ങൾ കുറവായതിനാൽ കോട്ടയം മെഡിക്കൽ കോളേജിലെത്തിച്ച് 3 മാസം മുമ്പ് ശസ്ത്രക്രിയ നടത്തി. അതുവരെയുള്ള ചികിത്സയ്ക്ക് നാട്ടുകാരും സുഹൃത്തുക്കളും ബന്ധുക്കളും ചേർന്ന് സാധിക്കും വിധം സഹായിച്ചു. ഇനിയും തുടർ ചികിത്സ ആവശ്യമാണെന്നാണ് പരിശോധനാ ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ ഡോക്ടർമാർ അറിയിച്ചത്. ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇനിയും സുമനസ്സുകളുടെ സഹായം കൂടിയേ സാധിക്കൂ. ചെയ്തിട്ട് വേണം പുള്ളിയുടെ കാര്യങ്ങൾ അറിയണം. മരുന്നിന് പൈസ അധികം ഒരുപാട് 10,000-4,500 രൂപയ്ക്ക് മേലിൽ മരുന്നിന് തന്നെ വേണം. 1 സ്ട്രിപ്പ് 2 സ്ട്രിപ്പ് മരുന്നിന് തന്നെ ഇത്രയും അധികമായി പൈസ വേണ്ടി വരും. പിന്നെ നമുക്ക് ആദ്യം എല്ലാവരും സഹായിച്ചായിരുന്നു. എല്ലാവരുടെ സഹായം ഉണ്ടായിരുന്നു. അത് ഹോസ്പിറ്റലിൽ ചിലവുകൾക്കും മറ്റും കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ സ്വന്തമായിട്ടെല്ലാം കാണേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഒറ്റമുറി ഷെഡിലാണ് അനുവും ഭർത്താവ് ദിലീപും 10ലും 7ലും പഠിക്കുന്ന 2 മക്കളും കഴിയുന്നത്. ശൗചാലയമോ വാതിലോ ഒന്നുമില്ലാത്ത ഷെഡിൽ മഴ പെയ്താൽ തണുത്തു വിറച്ചാണ് ഇവർ കഴിയുക. മുറ്റത്തും ഷെഡിലും മഴക്കാലത്ത് മുട്ടറ്റം വെള്ളം കയറും. അടച്ചുറപ്പുള്ള ഒരു വീട്ടിൽ അന്തിയുറങ്ങുകയെന്ന അനുവിൻ്റെ ആഗ്രഹം സഫലമാക്കാനും കാരുണ്യമുള്ള മനസ്സുകളുടെ കടാക്ഷം മാത്രമാണ് പ്രതീക്ഷ. 96599318 നമ്പർ ഗൂഗിൾ പേ വഴിയോ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ കരുവറ്റ ശാഖയിൽ അനുവിൻ്റെ പേരിൽ തുറന്നിട്ടുള്ള 011500008128 അക്കൗണ്ട് നമ്പറിലോ സഹായം എത്തിക്കാം. SIBL 00000101 IFSC കോഡ്. ക്യാമറാമാൻ സുമേഷ് പുന്നമടയ്ക്കൊപ്പം സുധീഷ് ഗോപാൽ, ജനം, ആലപ്പുഴ.